ന്യൂസ് ടൈംസ് തുടരുന്നു. ആദ്യം കോൺഗ്രസ് നേതാവ് ദീപ അനിൽ, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപും ഉണ്ടാകാതിരുന്ന പോലത്തുള്ള ഒരു പ്രതിസന്ധിയിലൊക്കെ കടക്കുന്നോ എന്നൊരു ചോദ്യം ചോദിക്കേണ്ടതായി വരുന്നു. അപ്പോഴും അത്തരം പ്രതിസന്ധികളെയൊക്കെ മറികടന്ന ചരിത്രമുള്ള ഒരു പാർട്ടിയാണ്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, അണികളെ സംബന്ധിച്ചിടത്തോളം, നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാം ആ പ്രതിസന്ധിയെ മറികടക്കാനുള്ള തീരുമാനങ്ങളിലേക്ക് കടക്കാനും കോൺഗ്രസ് എന്നൊരു പാർട്ടിക്ക് കഴിയാറുണ്ട്. അത് തന്നെയാണ് ആ ഒരു അതിജീവനവുമായിട്ട് ആ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ടതും. ഇതെല്ലാം സമ്മതിക്കുമ്പോൾ പോലും ഈ കഴിഞ്ഞ 48 മണിക്കൂറായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ, പത്മജ വേണുഗോപാലിന്റെ BJPയിലേക്കുള്ള പോക്ക്, കോൺഗ്രസിന് അതിനുണ്ടായിരിക്കുന്ന ക്ഷീണം, ഇതെല്ലാം മറികടക്കാനായി ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് കോൺഗ്രസ് കടക്കുക, അങ്ങനെ എല്ലാ ആശയക്കുഴപ്പങ്ങളും മാറ്റിക്കൊണ്ട് ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്കും പ്രചാരണത്തിലേക്കും കടക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് പാർട്ടി വരിക. മറ്റ് രണ്ട് മുന്നണികളും സജീവ പ്രചാരണത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയായ ഒരു വേളയിലാണ്. ഉറ്റുനോക്കുന്നത് എങ്ങനെയാണ് പാർട്ടി? തീർച്ചയായും ഒരു കാര്യം ആദ്യം തന്നെ പറയട്ടെ, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക വന്നിട്ടില്ല. എല്ലാ തവണയും കോൺഗ്രസ് ഇങ്ങനെ തന്നെയാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിലുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ നൽകുക, ജനങ്ങൾക്ക് ജനപ്രതിനിധികളായിട്ട് നൽകുക എന്നുള്ളത് കൊണ്ട് തന്നെ ഒട്ടനവധി ചർച്ചകൾക്കും കൂടിയാലോചനകൾക്കും ശേഷമാണ് എല്ലാ തവണയും, അത് അസംബ്ലി തെരഞ്ഞെടുപ്പിനായാലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിനായാലും, കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ 48 മണിക്കൂറിനുള്ളിൽ നടന്ന ഒരു സംഭവ വികാസം കൊണ്ടല്ല കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഇങ്ങനെ നിങ്ങൾ പറയുന്നു വൈകിയെന്ന്. ഞങ്ങൾക്ക് ഒട്ടും വൈകിയെന്ന് തോന്നുന്നില്ല. കാരണം കേരളത്തിലെ 19 MPമാരും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഈ ഒരു അവസരത്തിൽ ഞങ്ങൾക്ക് ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല. ഞങ്ങളുടെ MPമാർ മികച്ച MPമാർ തന്നെയായിരുന്നു. അവർ നല്ല പ്രകടനം കാഴ്ചവെച്ചു എന്ന ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ജനങ്ങളെ ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടുന്നത്. അപ്പോൾ ഈ കൊടുക്കുന്ന സ്ഥാനാർത്ഥികൾ ഏറ്റവും മികച്ച ജനപ്രതിനിധികൾ തന്നെ ആയിരിക്കണം എന്നുള്ള ഒരു കാര്യം കൊണ്ടാണ് ഞങ്ങൾ ചർച്ചകളും കൂടിയാലോചനകളും കൂട്ടിക്കൊഴുപ്പുകളും എല്ലാം നടത്തിക്കൊണ്ട് ഈ ഒരു സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നത്. പിന്നെ 48 മണിക്കൂറിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായിട്ട് യാതൊരു പ്രതിസന്ധിയും ഉണ്ടായിട്ടില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത് വൈകാരികമായ ഒരു പതർച്ചയും പ്രതിസന്ധിയും ഉണ്ടായിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ എക്കാലത്തെയും ഞങ്ങളുടെ സ്നേഹാദരവിന് പാത്രമായിരുന്ന ഞങ്ങളുടെ ലീഡറുടെ മകൾ ഇത്രയും ഒരു ചതി ഈ പാർട്ടിയോട് കാണിച്ചു എന്ന് പറയുന്നത് കേരളത്തിലെ പൊതുസമൂഹത്തിന് ഒന്നടങ്കം അറിയാം പത്മജ വേണുഗോപാൽ എന്ന രാഷ്ട്രീയക്കാരിയുടെ രാഷ്ട്രീയം എന്താണെന്നുള്ളത്. രാഷ്ട്രീയ പാരമ്പര്യം വെച്ച് മാത്രം, കെ കരുണാകരന്റെ മകൾ എന്നൊരു ലേബൽ വെച്ച് മാത്രം രാഷ്ട്രീയത്തിൽ തിളങ്ങി നിന്ന ഒരു വനിതയാണ് ശ്രീമതി പത്മജ വേണുഗോപാൽ. ഞാൻ അവരുടെ സഹപ്രവർത്തകയായിരുന്നു. ഞാൻ അവരെ വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി കണ്ടിരുന്ന ഒരാളാണ്. കാരണം അവരുടെ രാഷ്ട്രീയം കൊണ്ടല്ല, അവരുടെ പ്രവർത്തനം കൊണ്ടല്ല, അവർ ഞങ്ങളുടെ ഏറ്റവും പ്രഗത്ഭനായ, ഞങ്ങളുടെ രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യൻ എന്ന് തന്നെ ഞങ്ങൾ വിശേഷിപ്പിക്കുന്ന ഞങ്ങളുടെ ലീഡറുടെ മകളായതുകൊണ്ട്. കേരള രാഷ്ട്രീയത്തിൽ എന്താണ് രാഷ്ട്രീയപരമായിട്ട് പത്മജ വേണുഗോപാലിനുള്ള സ്ഥാനം? 3 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ടു. അവർക്ക് പാർട്ടി എന്താണ് നൽകാതിരുന്നത്? KPCCയുടെ ഉന്നത പദവികളടക്കം നൽകി. KPCC ജനറൽ സെക്രട്ടറിയായി, KTDCയുടെ ചെയർപേഴ്സണാക്കി. ഇതിലെന്താണ് ഈ ഒരു 3 തെരഞ്ഞെടുപ്പുകളിൽ അവസരം കൊടുത്തിട്ട് മത്സരത്തിൽ ജയിക്കാതിരുന്നത്? പാർട്ടിയുടെ കുഴപ്പം കൊണ്ടാണോ? ആരെങ്കിലും തോൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും തോൽപ്പിക്കാൻ കഴിയുന്ന അന്താരാഷ്ട്ര വനിതാ ദിനമായതുകൊണ്ട് തന്നെ ഞാൻ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഒരു വനിതാ നേതാവ് കൂടിയാണല്ലോ താങ്കൾ. പലതവണ പത്മജ വേണുഗോപാൽ ഈ അവഗണനയെ പറ്റി, തന്നെ ഒതുക്കി നിർത്തിയതിനെ പറ്റി, ആ രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ ഇതിനു മുൻപ് തന്നെ, ഒരുപക്ഷെ ഈ പാർട്ടി പ്രവേശനത്തിനൊക്കെ മുൻപ് തന്നെ മാധ്യമങ്ങളോട് നടത്തിയ ഒരു സാഹചര്യമുണ്ട്. ഇപ്പോഴും അങ്ങനെ ഒരു രാഷ്ട്രീയ തീരുമാനം അവരെടുക്കുമ്പോൾ അവർക്ക് എതിരെ ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ, കോൺഗ്രസ് നേതാക്കളുടെ ഭാഗം നടക്കമുണ്ടാകുന്ന അതിരൂക്ഷമായിട്ടുള്ള മോശമായിട്ട് പ്രതികരണങ്ങൾ, കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോയിട്ടുള്ള മറ്റ് ഏതെങ്കിലും പുരുഷ നേതാക്കന്മാർക്കെതിരെ ഉണ്ടായിട്ടുള്ള തരത്തിലല്ല. അനിലാന്റെ അടക്കമുള്ള ഉദാഹരണങ്ങൾ നമുക്കെടുക്കാം. എന്തുകൊണ്ട് പത്മജ വേണുഗോപാൽ ഒരു സ്ത്രീ ആയതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു മോശം പ്രതികരണങ്ങളിലേക്കൊക്കെ ആൾക്കാർ പോകുക എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് എന്ത് മോശമായിരുന്നു പത്മജ വേണുഗോപാലിന് പാർട്ടിയിൽ നിന്ന് നേരിടേണ്ടി വന്നതെന്നാണ് അവർ പറഞ്ഞത്. കഴിഞ്ഞ മാർച്ച് 3-ാം തീയതി പോലും ഒരു പരിപാടിയിൽ വളരെ മുൻവശത്ത് തന്നെ പ്രമുഖരായ നേതാക്കന്മാരോടൊപ്പം ഇരിക്കുന്ന പത്മജ വേണുഗോപാൽ, വളരെ സന്തോഷവതിയായിരുന്ന പത്മജ വേണുഗോപാലിന് എന്ത് മോശമാണ് പാർട്ടിയിൽ നിന്നുണ്ടായത്? അങ്ങനെയാണെങ്കിൽ അവർ ഈ ഒരു രീതിയാണോ സ്വീകരിക്കേണ്ടത്? ഇത് രാഷ്ട്രീയ ഭിക്ഷാംദേഹികളായിട്ടുള്ളവർ, അവർക്ക് തെരഞ്ഞെടുപ്പിനെ ഒരിക്കലും നേരിട്ട് വിജയിക്കാൻ കഴിയില്ല. ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനമില്ല, രാഷ്ട്രീയമായിട്ട് സ്ഥാനമില്ല. അവരുടെ കഴിവ് ജനങ്ങൾ അളന്നു കഴിഞ്ഞു. ഇനി ഒരിക്കലും ഒരു ഇലക്ട്രൽ പൊളിറ്റിക്സിലൂടെ അവർക്കൊരു സ്ഥാനത്തെത്താൻ കഴിയില്ല എന്ന് പറയുമ്പോൾ
ഒരു ഏത് വിധേനയും കുറച്ച് ആളുകളെ കേരളത്തിലെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ട് വലവീശിയിരിക്കുന്നവർക്ക് കിട്ടുന്ന ഒരു ഇരയായിട്ട് മാത്രമേ പത്മജ വേണുഗോപാലിനെ ഞാൻ കാണുന്നുള്ളൂ. ഓക്കെ, ഞാനൊന്ന് ഇടപെടുന്നു. സി വി സജനി, ബി.ജെ.പി നേതാവ് സി വി സജനി, ആ രീതിയിലേക്ക് പണം നൽകി, മറ്റ് വാഗ്ദാനങ്ങൾ നൽകി, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി വലവീശി പിടിക്കാൻ നടക്കുന്ന ഒരു ദേശീയ പാർട്ടിയാണ് ബി.ജെ.പി. അതുകൊണ്ട് ബി.ജെ.പി ഇത്തരം ചില കാര്യങ്ങൾ നടത്തുന്നു. വനിതാ നേതാക്കളടക്കമുള്ളവ